بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون فويل للذين كفروا من يومهم الذي يوعدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1835 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായമായ സൂറത്ത് സാരിയാത്തിലെ 56 മുതൽ 60 വരെയുള്ള അവസാനത്തെ 5 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ إن الله هو الرزاق ذو القوة المتين فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون فويل للذين كفروا من يومهم الذي يوعدون. صدق الله العلي العظيم. സൂറത്ത് സാരിയാത്തിലെ 56 മുതൽ 60 വരെയുള്ള അവസാനത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ സാരസമ്പുഷ്ടമായ ഏറെ പ്രാധാന്യമുള്ള ചില ആയത്തുകളാണ് സൂറത്ത് സാരിയാത്തിന്റെ ഈ അവസാന ഭാഗത്ത് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ആയത്തുകൾ. തൊട്ടുമുകളിലെ ഇന്നലെ ചർച്ച ചെയ്ത ആയത്തുകളിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ അവതരണ ഘട്ടത്തിൽ മക്കയിലെ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. പൂർവിക സമൂഹങ്ങളിലേക്കൊന്നും ഒരു പ്രവാചകനും ഒരു ദൈവിക ദൂതനും വരികയുണ്ടായിട്ടില്ല. ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ആ ദൂതന്മാരെ ആ സമൂഹങ്ങളിൽപ്പെട്ട ആളുകള് ആഭിചാരകൻ എന്നോ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നോ ഒക്കെ പറയുക അല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യാതെ എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. എല്ലാ പ്രവാചകന്മാരും ഏറ്റുവാങ്ങിയ ഒരു അനുഭവം തന്നെയാണ്. തങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തെ വളരെ അനിവാര്യമായും കേൾപ്പിക്കേണ്ടതായ ദൈവിക സന്ദേശം പ്രവാചകന്മാർ അവരെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള സമൂഹത്തിലെ ആളുകളെ കേൾപ്പിക്കുമ്പോൾ അതിനോട് സൃഷ്ടിപരമായി, ബുദ്ധിപരമായി, യുക്തിപരമായി പ്രതികരിക്കുന്നതിന് പകരം എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നതായിരുന്നു എല്ലാ സമൂഹങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച ജീവിത ദർശനം അത്രയും യുക്തിഭദ്രമായതും മനുഷ്യബുദ്ധിക്ക് തള്ളിക്കളയാൻ ഒരു നിലക്കും സാധിക്കാത്തതുമായ കാര്യങ്ങളാണ്. സ്വാഭാവികമായും അതിനോട് പ്രതികരിച്ചുകൊണ്ട്
ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ ആ ആശയം അവരെ കേൾപ്പിച്ച ദൂതനെ ആക്ഷേപിക്കുന്ന വിധത്തില് എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ ചൊരിയുക എന്നതാണ് അവർ സ്വീകരിച്ച നിലപാട്. കാരണം അതിനോട് സൃഷ്ടിപരമായി പ്രതികരിക്കുക എന്നത് യുക്തിഭദ്രമായ ബുദ്ധിയുടെ വിലയിരുത്തലിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊക്കെ പ്രതികരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് യുക്തിഭദ്രമായ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ് ദൈവിക പ്രവാചകന്മാര് സമൂഹത്തെ കേൾപ്പിച്ചിരുന്നത്. അപ്പോ അള്ളാഹു ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അത്തവാസോബി, അവരിത് പരസ്പരം പറഞ്ഞു തീരുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് അങ്ങനെ ചെയ്തതാണോ? ഈ വിധത്തിൽ എല്ലാവരും ഓരോ തലമുറയിലും ദൂതന്മാര് കടന്നു വരുമ്പോ ആ നാട്ടുകാര് അദ്ദേഹത്തെ സാഹിർ എന്നോ അല്ലെങ്കിൽ മജ്നൂൻ എന്നോ ഒക്കെ വിളിക്കാൻ അതിലൊരു വല്ലാത്ത ഒരു ഐക്യപ്പെടല് ഈ തലമുറകൾക്കൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ആ തവാസോബി, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് ചെയ്ത് കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ബൽഹും ഖൗമുൻ താഗൂൻ. ആ ചോദ്യം വെറുതെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അവരെ അഭിസംബോധിത സമൂഹത്തെ ചിന്തയുള്ളവരാക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം ഉന്നയിക്കുക മാത്രമാണത്. അതിന് ഉത്തരം അള്ളാഹു ഇവിടെ തന്നെ നൽകുന്നുണ്ട്. ബൽ, അങ്ങനെയല്ല, അവരുടെ കാര്യം ഹും ഖൗമുൻ താഗൂൻ എന്നാണ് പറയുന്നത്. അവര് ധിക്കാരികളായ, വിധേയപ്പെടാനും വഴങ്ങാനും സന്നദ്ധതയില്ലാത്ത ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ സമൂഹങ്ങളായിരുന്നു അവര് എന്നതാണ് കാരണം. അപ്പൊ അതുകൊണ്ട് കേൾപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്താൽ മതി. അവരെ വിളിച്ചു നോക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അവർ പ്രതികരിക്കുന്നതെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അതിന്റെ പേരിൽ താങ്കൾ ആക്ഷേപാർഹനാവുകയില്ല എന്നാണ് അള്ളാഹു തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായത്. എന്നാൽ ഈ ഉത്ബോധന പ്രവർത്തനം അവസാനിപ്പിക്കാൻ പാടില്ല. അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം. കാരണം അത് പ്രയോജനപ്പെടുത്തുന്ന വിശ്വാസ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ആളുകള് സമൂഹത്തിൽ ഏറെ ഉണ്ടാകും. അവർക്കൊക്കെയും തന്നെ അത് പ്രയോജനപ്പെടുകയും ചെയ്യും. ഇത്രയുമാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തു കൊണ്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു ഫസ്റ്റ് പേഴ്സണിൽ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന വിധത്തില് പല രൂപത്തിലും അള്ളാഹു കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ രൂപത്തിലാണ് അള്ളാഹു ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും ഇൻസുകളെയും, ജിന്നുവംശത്തെയും മനുഷ്യവംശത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എനിക്ക് വഴിപ്പെടുന്നവരായി മാറുന്നതിന് വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി മാറുന്നതിന് വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന, എന്നെ ആരാധിക്കുന്ന, എനിക്ക് വഴിപ്പെടുന്ന, എനിക്ക് വിധേയപ്പെടുന്ന, എന്നെ അനുസരിക്കുന്ന ആളുകളായി മാറുന്നതിന് വേണ്ടിയല്ലാതെ ഈ രണ്ട് വംശങ്ങളെയും ഈ രണ്ട് വിഭാഗങ്ങളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വമാ ഖലഖ്തു, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഏകവചനത്തിലാണ്. നാം എന്നല്ല, ഞാൻ എന്നാണ് ഇവിടെ ഈ പദം നൽകുന്ന അർത്ഥം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു നമ്മോടായിട്ട് എല്ലാ സമൂഹത്തിലെ എല്ലാവരെയും കേൾപ്പിക്കുന്ന വിധത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിലെ തന്നെ ഒരു വിഭാഗമാണ് ജിന്നുകൾ എന്നൊക്കെയുള്ള അഭിപ്രായ ഗതികൾ വെച്ച് പുലർത്തുന്ന പലരും ഉണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങള് അങ്ങനെയല്ല. അത് രണ്ട് വിഭാഗങ്ങൾ തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ ഈ ഒരു പരാമർശം തന്നെ ധാരാളം മതി. ഇൻസിനെയും ഇൻസ് വർഗത്തെയും ജിന്ന് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാലി ആബുദു, അവരെ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ. അബ്ദ് എന്ന വാക്കിൽ നിന്നാണ് ഈ ഇബാദത്ത്, ഈ അബ്ദു പോലെയുള്ള വാക്കുകളൊക്കെ വരുന്നത്. അടിസ്ഥാനപരമായി അതിന്റെ റൂട്ട് അത് അബ്ദ് എന്ന അബദ എന്ന വാക്കാണ്. അയിന് ബാ ദാലും. അതിൽ നിന്ന് അറബിയില് പല രൂപങ്ങളും വന്നിട്ടുണ്ട് അറബി ഭാഷയിൽ. ഉബൂദിയത്ത്, ഇബാദത്ത്, അബദ, യഅ്ബുദു, അങ്ങനെയുള്ള പല ക്രിയാരൂപങ്ങളും നാമരൂപങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം പദങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി അത് അബ്ദാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. അപ്പോ ഇല്ലാലി അഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് അടിമകളായി മാറുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സ്രഷ്ടാവായ റബ്ബിന്റെ അടിമത്വം അംഗീകരിക്കുക, അവന്റെ അബ്ദാണ്, അവന്റെ മഖ്ലൂഖാണ് എന്ന കാരണത്താൽ തന്നെ അവന് പൂർണ്ണമായി വിധേയപ്പെട്ടവനായി നിലകൊള്ളേണ്ടവനാണ് എന്നതാണ് ഈ അബ്ദ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചന. ഭൗതിക ലോകത്ത് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന അടിമത്തത്തെ അല്ല ഇവിടെ പരാമർശിക്കുന്നത്. അത് തെറ്റായ ഒരു തരം അടിമത്താണ്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് അടിമയാകേണ്ടതില്ല. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അടിമയാക്കാനും പാടില്ല. കാരണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ നടപടിയാണ്. അള്ളാഹുവാണ് സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവിന് വിധേയപ്പെടുന്ന, അവന് അടിമപ്പെടുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വീകാര്യതയുള്ള, ശരിയായ അല്ലെങ്കിൽ ന്യായമായ ഒരു കാര്യം. സൃഷ്ടിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാള് മറ്റൊരാളെ ഉടമപ്പെടുത്തി അടിമയാക്കി നിലനിർത്തുക, വെച്ചു പുലർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ അക്രമപരമായ ഒരു സംഗതിയാണ്. സമൂഹത്തിൽ അത് ചരിത്രപരമായ കാരണങ്ങളാൽ ഉണ്ടായി വന്ന ഒരു കാര്യമാണ്. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ട ഏറ്റവും യുക്തിഭദ്രമായ, ഏറ്റവും ഫലപ്രദമായ, ശാസ്ത്രീയമായ നടപടികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ അത് സംബന്ധമായ നിയമങ്ങളൊക്കെയും ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ അടിമത്വം സമൂഹത്തിൽ വലിയ റിപ്പർക്കേഷൻസ് ഉണ്ടാകാതെ തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സമഗ്രമായ, ഏറ്റവും ആരോഗ്യകരമായ ഒരു സംവിധാനമാണ് ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ കൂടുതൽ പരാമർശിക്കുന്നില്ല. ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യന് അതുപോലെ ജിന്നുകൾ, ഈ രണ്ട് വിഭാഗവും അടിമപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് അടിമപ്പെടുന്നതിന് വേണ്ടി, എനിക്ക് അടിമപ്പെടുന്നതിന് വേണ്ടിയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി. ഈ അടിമപ്പെടലിന്റെ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അതിന്റെ പരസ്യമായി സമ്മതിച്ചു പറയലാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന് വിധേയപ്പെടുന്നവനാണ്, ഞാനെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നവനാണ് എന്ന പ്രഖ്യാപനമാണ് ഏത് രൂപത്തിലുള്ള ഇബാദത്താണെങ്കിലും മനുഷ്യർ നിർവഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഒരു സ്വയം സമ്മതിച്ച് പ്രഖ്യാപിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ അത് വെളിപ്പെടുത്തി പറയുന്ന ഒരു സംഗതിയാണ് ഇബാദത്ത് എന്നത്. അപ്പോ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് അതിന്റെ താല്പര്യം. അപ്പൊ മനുഷ്യര് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ജിന്നുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇവര് അൺകണ്ടീഷണൽ ആയിട്ട് വിധേയപ്പെടാൻ പാടുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. മറ്റൊരാൾക്കും യാതൊരു നിബന്ധനയും ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് വിധേയപ്പെടുക എന്നത് അള്ളാഹു അനുവദിച്ചിട്ടില്ല. അത് സ്വാഭാവികമായി ഒരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യവുമല്ല. കാരണം തുല്യരായ, പല
തലത്തിലും തുല്യതയുള്ള പ്രത്യേകതകളാണ് മനുഷ്യർക്കൊക്കെ ഉള്ളത്. അപ്പൊ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉടമപ്പെടുത്തുക, അടിമപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അക്രമപരമായ ഒരു സംഗതി തന്നെയാണ്. സമൂഹത്തിൽ അത് നിലവിൽ വന്നിട്ടുണ്ടാകും, പക്ഷെ അത് അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ നടപടികളാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്നതും കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഈ ഒരേ ഒരു സംഗതിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവര് അള്ളാഹുവിന് വിധേയപ്പെട്ട് അവന്റെ ദാസന്മാരായി, അവന്റെ ദാസ്യത്വത്തില് കഴിയുന്നവരായി നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അള്ളാഹു അത് നേരിട്ട് പറയുന്ന ഒരു ശൈലിയിലാണത്. ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എനിക്ക് ലിയഅ്ബുദൂനി എന്നാണ് അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാവുക. അതിന്റെ അവസാനത്തെ ലിയഅ്ബുദൂനി എന്നതിലെ ഞാൻ എന്ന അല്ലെങ്കിൽ എനിക്ക് എന്ന ആ അർത്ഥം തരുന്ന ആ യാ ഒഴിവാക്കപ്പെട്ടതാണ്. അത് വിശുദ്ധ ഖുർആനിൽ നല്ല അറബി ഭാഷയിൽ തന്നെ അങ്ങനെ ഈ അവസാനത്തിൽ വരുന്നിടത്ത് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇല്ലാലി ആബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാലി ആബുദൂനി എന്നതാണ്. അവർ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി മാറുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളില് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഇബാദത്തുകളല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഇബാദത്ത് എന്ന നിലക്ക് ലേബൽ ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് ഒരു പക്ഷേ ഒരു ദിവസത്തിൽ വളരെ കുറഞ്ഞ സമയമായിരിക്കും, കൂടിയാൽ 1 മണിക്കൂറോ ഒക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ബാക്കി 23 മണിക്കൂറും അയാള് ഇബാദത്ത് എന്ന വിധത്തിൽ വിവരിക്കപ്പെടാത്ത പലതുമാണല്ലോ ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു കൂടെ പറയുമ്പോൾ ബാക്കി സമയം നമ്മൾ വേറെ പലതിനും ചെലവഴിക്കുന്നുവെങ്കിൽ അത് ഇബാദത്തല്ലാത്ത പലതിനും ആവുകയില്ലേ എന്നൊരു ചോദ്യം ന്യായമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അത് ഇബാദത്ത് എന്താണ് എന്നത് ശരിയായ ആംഗിളിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ വിഷയം താനേ ഇല്ലാതെയാകും. എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യര് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നൊരു സംഗതി തന്നെ ഇബാദത്താണ്. അവന്റെ ജീവിത വ്യവഹാരങ്ങളൊക്കെയും ഇബാദത്താണ്. ഇണയോടൊപ്പം കിടന്നുറങ്ങുന്നത് പോലും അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഒക്കെയാണെങ്കിൽ അതൊക്കെയും ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മഅ്ജൂറായ, കിടന്നുറങ്ങുന്നത് പോലും, കാരണം പിന്നെ ഉന്മേഷത്തോടു കൂടി എണീറ്റ് ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉറങ്ങുന്നത്. അപ്പോൾ ഉറക്കവും ഇബാദത്തിന്റെ ഭാഗമായി മാറും. ഇബാദാത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ആരാധനാ കർമ്മങ്ങള് നമ്മൾ വേറെ തന്നെ അതിന്റെ നിബന്ധനകളും അതിന്റെ നിർബന്ധമായ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നിർവഹിക്കുന്ന ആളുകളാണ്. സാധാരണഗതിയിൽ അവയാണ് നമ്മൾ ഇബാദാത്തുകളായി നമസ്കാരം, നോമ്പ്, അതുപോലെ സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ ഇബാദാത്തുകളായിട്ട് അല്ലെങ്കിൽ അദ്കാറുകള്, അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന ദിക്റുകള് ഒക്കെ ഉരുവിടുക എന്നത്, പ്രാർത്ഥനയിൽ ഏർപ്പെടുക എന്നത്, ഇതൊക്കെ ഇബാദത്തായിട്ട് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഇതല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നുണ്ടാവുക സാധാരണഗതിയിൽ. കാരണം അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുകയും ധനം സമാഹരിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോഴേ ജീവിക്കാൻ കഴിയുള്ളൂ, ജീവിത ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, കുടുംബത്തെ
നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ചികിത്സക്ക് പോകണമെങ്കിൽ ഇതിനൊക്കെ പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടേണ്ടിയും വരും. അത് എന്തോ അള്ളാഹുവിന് വിധേയപ്പെടലല്ലാത്ത എന്തോ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മറിച്ച് അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ ഒരാള്, അള്ളാഹുവും അവന്റെ ദൂതനും നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ജീവിതായോധനം നടത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവന്റെ സമയം അതിനു വേണ്ടി വിനിയോഗിക്കുകയും പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുകയും ചീത്ത കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ പിന്തുടർന്നുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം മുഴുവനായിട്ടും ഇബാദത്തായിട്ട് മാറും. അതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നത് പ്രായോഗിക തലത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ ഇബാദത്തിനെ മനസ്സിലാക്കുമ്പോൾ ഇബാദത്തിനെ കുറിച്ച് വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വരണ്ട നിർവചനം നൽകിക്കൊണ്ട് പലതിനെയും ജീവിതത്തിലെ പലതിനെയും പല മേഖലകളെയും ദീനിൽ നിന്ന് അള്ളാഹുവിന് വിധേയപ്പെടുന്ന അനിവാര്യതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളുകളെ യഥാർത്ഥത്തിൽ മുഖത്തസിമികൾ എന്നാണ് ഖുർആൻ അവരെ പരാമർശിക്കുന്നത്. മുഖത്തസിമൂൻ എന്നാണ്, മുഖത്തസിമീൻ എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാം. അല്ലദീന ജഅലുൽ ഖുർആന അളീൻ എന്നൊക്കെ. ഖുർആനെ ദൈവിക മാർഗദർശനമായ വേദഗ്രന്ഥത്തെ പല തുണ്ടങ്ങളാക്കി മാറ്റിയവര് എന്നൊക്കെയാണ് അള്ളാഹു അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത്. അത് പൂർവിക വേദങ്ങളെയാണ് പരാമർശിക്കുന്നത്. പക്ഷെ ഖുർആൻ എന്നുള്ള പദമാണ് അവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത് നൽകുന്ന സൂചന യഥാർത്ഥത്തില് ഖുർആന്റെ അനുയായികൾക്കും ഇതുപോലെയൊക്കെയുള്ള അവസരവും നിലപാടുകളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു കാലവും ഒക്കെ വരും എന്ന സംഗതി മുൻകൂട്ടി കണ്ടുകൊണ്ട് അള്ളാഹു നൽകുന്ന ഒരു താക്കീതായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ തൊഴില്, അള്ളാഹു വിലക്കിയ പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലി, അതൊന്നും പ്രശ്നമില്ല, ജീവിത ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ജോലിയല്ലേ എന്ന് പലരും പറയുന്നത് കാണാം. ആര് പറഞ്ഞിട്ട് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് വളരെ അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ ആരോ സ്വന്തം സ്വാർത്ഥമായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടോ ഒക്കെ പറഞ്ഞുണ്ടാക്കിയ വളരെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ഏത് സംഗതി, ജീവിതം അതിന്റെ നമ്മൾ ആദ്യത്തെ ശ്വാസം ഇടിപ്പ് മുതൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള അവസാന ശ്വാസം വരെയുള്ള സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അവന്റെ ദൂതന്റെ ഒക്കെ മാർഗദർശനത്തിൽ ചെയ്യേണ്ട സംഗതികളാണ്. ആ വിധത്തിലാണ് ഇസ്ലാം ഈ ദീനിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അതിൽ നിന്ന് ഒരു മേഖലയും ഒരു നിമിഷം പോലും മാറ്റി നിർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പലരും പല ജീവിത സാഹചര്യങ്ങളുടെയോ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെയോ ഒക്കെ ഒരു അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പല മുറിച്ചു മാറ്റലുകളും അല്ലെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാല് പാകപ്പെടുത്തുന്ന രീതിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകും. അത് ഇസ്ലാം അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്ലാം വളരെ സമഗ്രമായ സമ്പൂർണമായ ഒരു ജീവിത ദർശനമാണ്. അതിൽ നിന്ന് ജീവിതത്തിലെ ഒരു മേഖലയും അള്ളാഹു മാറ്റി നിർത്തിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പല പേരുകളും കൊടുത്ത് ആ വഴിയിലേക്ക് തിരിച്ചു വിടുന്നുവെങ്കിൽ അവര് വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഗഹനമായ വിധത്തിൽ വായിച്ച് പഠിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അപ്പൊ അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അവരെനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എന്നതാണ്. അപ്പൊ ജീവിതം മുഴുവനായിട്ടും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അള്ളാഹുവിനുള്ള ഇബാദത്താണ് ജീവിതം മുഴുവനായിട്ടും. അത് ഏത് കർമ്മവും ഏത് സംഗതിയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ടുള്ള വിധത്തിലാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ ദൈവിക മാർഗദർശനവും അതുപോലെ ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ഹുദൂദുകളെ അതിർവരമ്പുകളെ മാനിച്ചുകൊണ്ടുമാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ അതൊക്കെയും പ്രതിഫലാർഹമായ ഇബാദത്തായിട്ട് തന്നെയാണ് മാറുക. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് നമുക്ക് ശരിയായ ആംഗിളിൽ ഇബാദത്തിന് മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു വിവരണമാണ് എന്നത് കാണാൻ കഴിയും. വേറെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം, ഇവിടെ ജിന്നുകളെയും മനുഷ്യരെയും മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഇതര സൃഷ്ടിജാലങ്ങളെ കുറിച്ചൊന്നും ഇവിടെ അവയെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നില്ല എന്നതിന്റെ അർത്ഥം അവര് വേറെ ആർക്കോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണെന്നോ ഒന്നും അർത്ഥമില്ല. ഇവിടെ ജിന്നുകളെയും മനുഷ്യരെയും മാത്രം പ്രത്യേകമായിട്ട് പറയുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ജിന്നുകൾക്കും മനുഷ്യർക്കുമാണ് അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിന്റെ അടിമ എന്ന സ്റ്റേറ്റസിൽ നിന്ന് തെന്നി മാറിപ്പോയി സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള വഴികൾ തിരഞ്ഞെടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള പ്രകൃതത്തോടു കൂടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ബാക്കിയുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നവരായിക്കൊണ്ട് തന്നെയാണുള്ളത്. അതിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അതിന് കൂട്ടാക്കാതിരിക്കാനോ കഴിയുന്ന പ്രകൃതം അവർക്കില്ല. മലക്കുകളായാലും ജീവജാലങ്ങളായാലും അതുപോലെ പ്രകൃതിയിലെ അചേതനമായ സംഗതികളായാലും സൂര്യനും ചന്ദ്രനും ഒക്കെ ആയാലും ഇവയൊക്കെയും തന്നെ സ്വമേധയാ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവയാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നതാണ് അതിന്റെ യുക്തിതലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ജിന്നുകളുടെയും മനുഷ്യരുടെയും കാര്യത്തില് അവർക്ക് അള്ളാഹു ഒരു സ്വതന്ത്ര പ്രകൃതം നൽകിയിട്ടുണ്ട്. അവര് ഇച്ഛിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ അടിമത്വത്തെ സന്തോഷപൂർവം സ്വീകരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് ജിന്നുകൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ ഒന്നും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്താതെ പോയത് എന്നത് നമുക്ക് വ്യക്തമാകും. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, മാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മിൻഹും ഇവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ പരാമർശിക്കപ്പെട്ട ജിന്നുകളിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതിരിക്കുന്ന മക്കയിലെ ആളുകളുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിന് വേണ്ട പരിഗണന കൊടുക്കാതെ ധിക്കാര മനസ്ഥിതിയോടുകൂടി നിലകൊള്ളുന്ന ആളുകൾ, അവരെ പരാമർശിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ കുഴപ്പമില്ല. രണ്ടു നിലക്കും അതിന് സാധ്യതയുണ്ട്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അള്ളാഹു പറയുകയാണ് അവരിൽ നിന്ന് ഞാൻ ഒരു വിഭവവും ഒരു ജീവിത വിഭവവും പ്രതീക്ഷിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക് തരും എന്ന ഒരു കണക്കുകൂട്ടലല്ല എനിക്കുള്ളത്. അങ്ങനെ ചില ദൈവങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പരിചയമുള്ള പല ദൈവങ്ങളും അങ്ങനെയാണ്. അവരെ കൂട്ടിപ്പോറ്റി വരുന്നത് ഈ ആരാധകര് തന്നെയാണ്. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അവന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്നായിട്ട് യാതൊരു റിസ്ഖും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. അള്ളാഹു അവരിൽ നിന്നും യാതൊരു വിഭവവും തേടുന്നില്ല, ചോദിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെനിക്ക് താം തരണം, ഭക്ഷണം തരണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പരിചരിച്ചാൽ മാത്രം നിലനിൽക്കുന്ന ദൈവങ്ങൾ പലർക്കും ഉണ്ട്. ഇപ്പൊ പശുവിനെ ആരാധിക്കുന്നവര്
അവര് പശുവിന് സമയത്തിന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പശു ചത്തുപോകും. അപ്പൊ അവരുടെ ആരാധനാമൂർത്തിയാണ് പശു എന്ന് ഇരിക്കെ തന്നെ അവര് ആ പശുവിനെ തീറ്റിപ്പോറ്റേണ്ടതായിട്ട് വരും. അള്ളാഹു അങ്ങനെയല്ല. അതുപോലെ പല വിഗ്രഹങ്ങൾക്കും സങ്കല്പത്തിലുള്ള പല സംഗതികളും ചെയ്തുകൊണ്ട് പോകുന്നവരാണ് പല ആരാധകർ. വിഗ്രഹങ്ങൾക്കായിട്ട് പലതും പല ഭക്ഷ്യപദാർത്ഥങ്ങളും അവരുടെ ഇഷ്ടഭോജ്യങ്ങളൊക്കെ സമർപ്പിക്കുക എന്നത് എല്ലാ കാലഘട്ടത്തിലും ബഹുദൈവത്വത്തിന്റെ ആളുകൾ പിന്തുടർന്നിരുന്ന ഒരു വഴിയാണ്, ഒരു രീതിയാണ്. എന്നാൽ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന ആശയം അങ്ങനെയല്ല. എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത്, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ഇതാണ് അവന്റെ അള്ളാഹുവിന്റെ സ്ഥാനവും അള്ളാഹുവിന്റെ സ്റ്റേറ്റസ് അതാണ്. അപ്പൊ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഞാൻ യാതൊരു വിധത്തിലുള്ള വിഭവവും ജീവിത വിഭവവും ഉദ്ദേശിക്കുന്നില്ല. അവരെനിക്ക് വല്ലതൊക്കെ തന്നുകൊണ്ടിരിക്കണം എന്നുള്ള പല വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച കേന്ദ്രങ്ങളിലേക്കും ആളുകൾ വഴിപാട് നടത്തുന്നതും അതുപോലെ പണം നൽകുന്നതും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം. അതൊക്കെ തന്നെ ഈ ദൈവങ്ങളുടെ തൃപ്തി തേടിക്കൊണ്ട് ദൈവങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെടുന്ന സംഗതികളാണ്. യഥാർത്ഥത്തിൽ ദൈവങ്ങൾ അങ്ങനെ യാതൊന്നും തേടുന്നില്ല. യഥാർത്ഥത്തില് സത്യദൈവം ഇങ്ങനെ ഒന്നും ആവശ്യപ്പെടുന്നേ ഇല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. വ്യാജ ദൈവങ്ങളുടെ പേരിൽ അവയെ പ്രതിഷ്ഠിച്ച് നിലനിർത്തി പോരുന്ന ആളുകള് പലതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ ദിവ്യത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മൂർത്തികളോ രൂപങ്ങളോ ഒന്നും തന്നെ പണമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അത് അവരെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ നടത്തിപ്പുകാരാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് യാതൊരു റിസ്ഖും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അൻ യുത്ഇമൂനി എന്നാണ് യഥാർത്ഥത്തിൽ. അതിന്റെ അവസാനത്തെ യാ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതാണ്, മുകളിലെ യഅ്ബുദൂൻ എന്നുള്ള പോലെ തന്നെ. അപ്പോ അവര് എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് അന്നം തരണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ദൈവമല്ല ഞാൻ എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. മക്കയിലെ ഈ ആയത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പരിചയമുള്ള ആരാധനാമൂർത്തികൾ ഇങ്ങനെയുള്ള പല പാരിതോഷികങ്ങളും അതുപോലെ സമർപ്പണങ്ങളും ഒക്കെ ആവശ്യമുള്ളവരാണ്. ഏറ്റവും ചുരുങ്ങിയത് അവയെ ദൈവങ്ങളായിട്ട് പ്രതിഷ്ഠിച്ച് കൈകാര്യം ചെയ്ത് പോരുന്ന ആളുകൾ അതിനുവേണ്ടി ആരാധകരോട് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ട ഒരു ദൈവമല്ല ഞാൻ എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എന്നിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹു എന്താണ് എന്നത് വ്യക്തതയോടുകൂടി പറയുകയാണ് ഇവിടെ. അപ്പൊ അള്ളാഹു റിസ്ഖ് തേടുന്നില്ല, അള്ളാഹു ത്വാം ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞതിന് ശേഷം പറയുന്നത് നിശ്ചയമായിട്ടും അള്ളാഹു ഹുവർ റസ്സാഖ്, അവനാണ് ദാതാവ്, എല്ലാവർക്കും വിഭവങ്ങൾ നൽകുന്നത് അവനാണ്. അതിനാണ് ഈ റസാഖ് എന്ന് പറയാം, പ്രോവിഡൻസ് എന്നോ ഒക്കെ പറയാറുണ്ട് ഇംഗ്ലീഷില്, ബൈബിളിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ. അപ്പൊ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, അത് എത്തിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു റസാഖാണ്. അവന് റിസ്ഖ് തേടുന്നവനല്ല, റിസ്ഖ് നൽകുന്നവനാണ്. ഇന്നല്ലാഹ ഹുവർ റസാഖ്, നിശ്ചയമായിട്ടും അള്ളാഹു അവനാണ് റസാഖ്. റസാഖ് എന്ന് പറഞ്ഞാൽ ഫഅൽ വസനിൽ വരുന്ന ഒരു പ്രയോഗമാണ്. സീഗത്തുൽ മുബാലഗ എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ രൂപത്തിൽ ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ അത് നിർവഹിക്കുന്ന ഒരാൾക്കാണ് ഈ വസനിലുള്ള പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. ഹല്ലാഖ്, സവ്വാഖ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പാറ്റേണിലുള്ള പദമാണ്. അപ്പൊ ഏറ്റവും സമർത്ഥമായ രീതിയിൽ, ഏറ്റവും വ്യവസ്ഥാപിതമായി, ഏറ്റവും കാര്യക്ഷമമായി എല്ലാവർക്കും റിസ്ഖ് നൽകുന്നവനാണ് അള്ളാഹു, റസാഖാണ്.
എന്നിട്ട് ദുൽ ഖുവ്വ എന്നുകൂടി പറയുകയാണ്. അവൻ ഏറെ ശക്തിയുള്ളവനാണ്, കരുത്തുള്ളവനാണ്. ഖുവ്വത്തിന്റെ പേരിൽ, ദുൽഫിന്റെ പേരിലല്ല, ദൗർബല്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ദൈവമല്ല അല്ലാഹു. അങ്ങനെയുണ്ടല്ലോ ചില ദൈവങ്ങള്, അവയുടെ കഴുത്ത് വെട്ടി കോടാലി തൂക്കിയിട്ടാൽ പോലും അവർക്കൊന്നും പറയാൻ കഴിയില്ല, അവര് ദുർബലരാണ്. അള്ളാഹു അങ്ങനെയുള്ള ഒരു ദൈവമല്ല, ദുൽ ഖുവ്വത്താണ്, ശക്തി ഉള്ളവനാണ്. അപ്പോ മറ്റെന്തിനേക്കാളും ശക്തനായവനാണ് അള്ളാഹു, ദുൽ ഖുവ്വത്താണ്. അതുപോലെ അൽ മതീൻ, വളരെ കരുത്തുള്ള, അല്ലെങ്കിൽ മതീൻ എന്നത് പല തലങ്ങളിലും വിവരിക്കപ്പെടാറുള്ള ഒരു പ്രയോഗമാണ്. അതിന് നൽകപ്പെടുന്ന അർത്ഥം ഒരു അർത്ഥം അത് കരുത്തുള്ളവൻ, ശക്തിയുള്ളവൻ എന്നൊക്കെയാണ്. അതുപോലെ അജയ്യൻ എന്ന അർത്ഥത്തിലും ഈ വാക്ക് വ്യവഹരിക്കപ്പെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായി നല്ല കരുത്ത്, ബലമുള്ള, ആർജവമുള്ള, തലയെടുപ്പോടുകൂടി നിൽക്കാൻ കഴിയുന്ന എന്നൊക്കെയാണ് മതീൻ എന്ന വാക്കിന്റെ അർത്ഥം. മത്തിന് എന്നത് ഒരു സംഗതിയുടെ സോളിഡിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതിന്റെ ഇൻസുലാരിറ്റിയും സോളിഡിറ്റിയും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ കരുത്തും അതിന്റെ ശക്തിയും ഒക്കെ കാണിക്കുന്ന ഒരു പദം. ഇത് അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളിൽ ഒന്ന് ആയിട്ടാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. ദുൽ ഖുവ്വത്തും റസാഖും അൽ മതീനും ഒക്കെ അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതാണ്. അപ്പോ ദൗർബല്യത്തിന്റെ രൂപങ്ങളായിട്ടുള്ള ദൈവങ്ങളെ പലരെയും ഇവർക്ക് പരിചയം ഉണ്ടാവും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു എല്ലാവർക്കും വിഭവങ്ങൾ നൽകുന്ന ദാതാവാണ്, അങ്ങേയറ്റം കരുത്തുള്ളവനാണ്, അതിശക്തനും അജയ്യനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ദൈവങ്ങളെ പോലെയല്ല അള്ളാഹു എന്നർത്ഥം. ഇതാണ് മക്കയിലെ ആളുകളോട് അള്ളാഹു പറയുന്ന കാര്യം. ഫൈനലില്ലദീന ളലമു. എന്നിട്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ് വളരെ ഗഹനമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. ഫൈനലില്ലദീന ളലമു ദനൂബൻ. അക്രമികൾക്ക് അവരുടെ ഒരു വിഹിതമുണ്ട്, ശിക്ഷയുടെ വിഹിതം വരാനിരിക്കുന്നു. മിസ്ല ദനൂബി അസ്ഹാബിഹിം. അവരുടെ അസ്ഹാബുകൾ, അവരുടെ സഹയാത്രികർ, അല്ലെങ്കിൽ അവരെ പോലെ ഉണ്ടായിരുന്ന പൂർവിക സമൂഹങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ശിക്ഷയുടെ വിഹിതം പോലെയുള്ള ഒരു വിഹിതം ഈ അക്രമികൾക്കുമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. മക്കയിലെ ആ ഘട്ടത്തിൽ അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, അവര് ലാലിമുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും പ്രവാചകനെ അവഗണിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പേരിൽ അവർ ഇതിനകം തന്നെ ലാലിമുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ലാലിമുകൾക്ക് അവർക്കായി നിശ്ചയിക്കപ്പെട്ട ഒരു ശിക്ഷാവിഹിതമുണ്ട്. ദനൂബ് എന്ന് പറഞ്ഞാല് വിഹിതം എന്നാണ് അർത്ഥം. ശിക്ഷയുടെ വിഹിതം എന്നാണ് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അക്രമികൾക്കായിട്ട് ഒരു വിഹിതം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതുപോലെയാണ്? മിസ്ല ദനൂബി അസ്ഹാബിഹിം. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ദൂതൻ കടന്നു വന്നപ്പോഴും ഓരോ സമൂഹവും ആ ദൂതനെ സാഹിർ, മജ്നൂൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നതെന്ന്. അവര് തമ്മിൽ എന്തോ ഒരു നെക്സസ് ഉണ്ടോ, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്രവർത്തനക്ഷമമാണോ എന്നൊക്കെ അള്ളാഹു ചോദിച്ചല്ലോ, അവരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ടോണിലാണെങ്കിലും. അപ്പൊ ഈ ആളുകള് പൂർവിക സമൂഹങ്ങളിൽ പ്രവാചകന്മാരെ തള്ളിക്കളയുകയും അള്ളാഹുവിന് വഴങ്ങാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്ത ആളുകളൊക്കെയും തന്നെ ഈ തലമുറയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അസ്ഹാബാണ്. അവരൊക്കെ ആദർശബന്ധമുള്ള കൂട്ടരാണ്. എന്തോ ഒരു ബന്ധം അവര് തമ്മിൽ സ്ഥാപിതമാണ്. പൂർവിക സമൂഹങ്ങളിൽ ഇതുപോലെ ധിക്കാരത്തിന്റെ വഴി തെരഞ്ഞെടുത്ത ആളുകളുണ്ട്. നമ്മുടെ തലമുറയിലും അങ്ങനെയുണ്ട്. അവരൊക്കെ ഒരു അസ്ഹാബായിട്ട് പരസ്പരം ചങ്ങാത്തം കൂടുന്നവരായിട്ടാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. അപ്പൊ ഈ അക്രമികൾക്ക് ശിക്ഷയുടെ ഒരു വിഹിതമുണ്ട്. പൂർവികരായ അക്രമികൾക്ക്, ഇവരുടെ കൂട്ടാളികൾക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ. ഇതാണ് പിന്നിട്ട സമൂഹങ്ങളില്
ആദ്, സമൂദ്, അതുപോലെ മദിയനിലെ ആളുകൾ, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ തലമുറയിൽപ്പെട്ടവര്, അങ്ങനെയുള്ള പല സമൂഹങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അവർ അക്രമത്തിന്റെ വഴി തെരഞ്ഞെടുത്ത കാര്യം അള്ളാഹു പലയിടത്തും ഈ സൂറത്തിൽ തന്നെയും വിശദമാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോ അത്തരം സമൂഹങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇപ്പോ മക്കയിലുള്ള ലാലിമുകൾക്ക് അവരുടെ ശിക്ഷാവിഹിതമുണ്ട്. ഏതുപോലെയാണ്? പൂർവികരായ ഇവരുടെ മുൻഗാമികൾക്ക് ശിക്ഷാവിഹിതം ലഭിക്കുകയുണ്ടായ പോലെ ഇവരുടേതും തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഫലായസ്താഴ്ചിലൂൻ, അതുകൊണ്ട് അവര് നമ്മോട് ധൃതിപ്പെട്ട് വരേണ്ടതില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്. അവര് തിരക്ക് കൂട്ടണ്ട. ഫലായസ്താഴ്ചിലൂനി എന്നാണ് സൂചന. അവര് എന്നോടായിട്ട് തിരക്ക് കൂട്ടി ധൃതി കാണിച്ച് ഈ വിഹിതം ചോദിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. അത് സമയമാകുമ്പോൾ അവർക്ക് കിട്ടിക്കോളും. ഫലായസ്താഴ്ചിലൂൻ, അവര് ധൃതി കാണിക്കണ്ട, തിരക്ക് കൂട്ടണ്ട എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫലായസ്താഴ്ചിലൂനി, അവരെന്നോട് തിരക്ക് കൂട്ടി അത് ധൃതിപ്പെട്ട് കിട്ടണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അള്ളാഹു നിശ്ചയിച്ച സമയത്തുമ്പോ അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ഫവൈലുൽ ലില്ലദീന കഫറു മിൻ യൗമിഹിമുൽ ലദീ യുഅദൂൻ, അതുകൊണ്ടൊരു മഹാനാശമാണ് ഈ നിഷേധികൾക്കായിട്ടുള്ളത്. ഫവൈലുൻ, ഒരു വലിയ നാശം, മഹാനാശം, ലില്ലദീന കഫറു, നിഷേധികൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനത്തെ നാശാണ്? മിൻ യൗമിഹിമുൽ ലദീ യുഅദൂൻ, ഏതൊരു ദിനത്തെ കുറിച്ചാണോ അവര് താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ദിനത്തിന്റെ അതിഭീകരമായ ഒരു നാശം അവരെ കാത്തിരിക്കുകയാണ്. ഫവൈലുൻ ലില്ലദീന കഫറു, ഈ നിഷേധികൾക്ക് ഒരു മഹാനാശം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അത് മിൻ യൗമിഹിം, അവരുടെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൻ്റെതാണ്. അല്ലദീ യുഅദൂൻ, ആ ഒരു ദിവസത്തെ കുറിച്ചാണ് അവരിപ്പോ താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊരു നാളിനെ കുറിച്ചാണോ, ഏതൊരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണോ അവർ താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ അതിഭീകരമായ നാശം അവർ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അത് എല്ലാം ഒരുക്കി തയ്യാറാക്കപ്പെട്ടതാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവര് ധൃതിപ്പെടുകയൊന്നും വേണ്ട, തിരക്ക് കൂട്ടൊന്നും വേണ്ട. അത് വന്നോളും. അതിന് അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്, അതങ്ങ് എത്തിക്കോളും. അവര് ധൃതി കാണിക്കേണ്ടതില്ല. ഫവൈലുൽ ലില്ലദീന കഫറു മിൻ യൗമിഹിം, ഈ വൈല് എന്തിൻ്റെതാണ്? ഒരു ദിവസത്തിന്റെ അതികഠിനമായ ഒരു നാശമാണ് അവർ നേരിടാൻ പോകുന്നത്. ആ ദിവസം ഏതാണ്? ആ നാള് അല്ലദീ യുഅദൂൻ, അവർക്ക് താക്കീതായിട്ട് അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാളുണ്ടല്ലോ, അതാണ് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന നാള്, യൗമുൽ ഖിയാമ. ആ നാളിന്റെ അതിഭീകരമായ ആ നാശാനുഭവം അത് അവർക്കായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അവരാരും ധൃതിപ്പെടേണ്ടതില്ല. ഫലായസ്തഅജിലൂൻ, അവരെന്നോട് ധൃതി കാണിച്ച് എന്നെ സമീപിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് നിശ്ചയിക്കപ്പെട്ട ഒരു സംഗതിയാണ്, സുനിശ്ചിതമായ ഒരു കാര്യമാണ്. അവർക്ക് പൂർവിക സമൂഹങ്ങള് അവരുടെ വിഹിതം ഏറ്റുവാങ്ങിയ പോലെ ഇവരും അവരുടെ വിഹിതം ഏറ്റുവാങ്ങും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അവർക്കായിട്ടൊരു നാള് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നാള് ഇങ്ങ് വന്നോട്ടെ എന്നുള്ള നിലക്ക് ധൃതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് നിശ്ചയിച്ച വിധത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വിധത്തിലാണ് സൂറത്തു ദാരിയാത്ത് അവസാനിക്കുന്നത്. 60 ആയത്തുകൾ അടങ്ങിയ സൂറത്തു ദാരിയാത്തിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ചോദ്യങ്ങളും ഉന്നയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എഴുതി വിടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ചോദ്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ നാളെ മുഴുവനായിട്ട് നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാം. അതല്ലെങ്കിലും ഉള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മൾ അടുത്ത സൂറത്തിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.